സ്നേഹിച്ച പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോവാന്ന് വിചാരിച്ച കാർത്തിക് അനുവിനെ വിളിച്ചപ്പോണെന്ന് വെച്ചാൽ അച്ഛന്റെ മുന്നിൽ വെച്ച് അവള് കരഞ്ഞു മെഴുകി എന്റെ അച്ഛൻ വരച്ച വരയിൽ നിന്ന് ഒരു അടി മുന്നോട്ട് ഞാൻ നീങ്ങൂലെന്നും പറഞ്ഞു അവനെ പറ്റിച്ചു പോവാണ്. കാർത്തിക് അനുവിന്റെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും കൂടി സ്നേഹത്തിലാവുന്നുണ്ട്. കാർത്തിക് മര്യാദയോടുകൂടി തന്നെ അവളുടെ അച്ഛനോട് അനുവിനെ പോയി പെണ്ണ് ചോദിക്കുകയാണ്. പക്ഷെ അച്ഛൻ ഒരു വീടും കൂടി ഇല്ലാത്ത പയ്യൻ എന്റെ മകളെ കല്യാണം കഴിച്ച് കൊടുക്കില്ല എന്ന് പറയാണ്. നീ ഉടനെ പോയിട്ട് ഒരു വീട് വാങ്ങിട്ട് വായോ, അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ അനുവിനെ നിനക്ക് കല്യാണം കഴിച്ച് തരാന്ന് അച്ഛൻ വാക്ക് പറയുന്നുണ്ട്. അവനും എടിപിടിന്ന് ഒരു ഫ്ലാറ്റ് നോക്കി ആ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കാണ്. കൈക്കൂലി കൊടുക്കേണ്ടവർക്ക് എല്ലാവർക്കും കൈക്കൂലിയും കൊടുത്ത് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന നേരം ഒരുപാട് അപശകുനങ്ങളൊക്കെ കാണുന്നു. ലൈറ്റ് ഓഫ് ആവുന്നു, താക്കോല് നിലത്ത് വീഴുന്നു, അങ്ങനെ പലതും. എന്തായാലും അവസാനം ആ ഒരു വീടും വാങ്ങി അനുവിന്റെ വീട്ടിൽ ചെന്ന് കാർത്തിക് അനുവിന്റെ അച്ഛനോട് അത് പറയുമ്പോ ഏതോ ചന്നാപ്പിളി ഫ്ലാറ്റ് വാങ്ങിയെന്ന് പറഞ്ഞു ഞാൻ നിനക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു തരുന്നു. അത് ശരി, ഒരു വീട് വാങ്ങാൻ പറഞ്ഞപ്പോഴത്തേനും പോയി വീട് വാങ്ങി. ഇനി ഞാൻ നിന്നോട് അബ്രോഡ് പോയാലും എന്റെ മോളെ കെട്ടിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞാൽ നീ അബ്രോഡ് പോകുമെന്ന് ചോദിച്ച് കളിയാക്കിച്ചിരിക്കുകയാണ്. കാർത്തിക്കും ദേഷ്യത്തോടുകൂടി തന്നെ അനുവിനെ വിളിക്കി. അവള് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാന്ന് പറയുമ്പോ അനു വന്നിട്ട് പറയുന്ന വർത്താനാണ് ആദ്യം നമ്മൾ കണ്ടത്. ഒരു അനാഥനായ കാർത്തിക്കും സങ്കടത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ആരോ ഫോണിൽ ബെല്ലടിച്ചോണ്ട് പോയി നോക്കുമ്പോഴാന്ന് വെച്ചാൽ അത് അനുവായിരുന്നു. അനു നന്നായി ഒരുങ്ങിയും മേക്കപ്പ് ഒക്കെ ചെയ്ത് ബ്രൈഡൽ ലുക്കിൽ അവിടെ വന്ന് നിൽക്കാണ്. നീയല്ല പറഞ്ഞു നിന്റെ അച്ഛൻ വരച്ച ആ വരയിൽ നീ നീങ്ങൂലാന്ന്, പിന്നെ നീ ഇപ്പൊ ഇവിടെ വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പോ അനുവും ഞാൻ അവിടെ വെച്ച് നിന്റെ കൂടെ വരുള്ളൂ, നിന്നെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അച്ഛൻ എന്നെ പിടിച്ച് കുറെ തല്ലി. എന്തിനാ വെറുതെ ആ പണി കേൾക്കണേ? ഇത് നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ലേ? അത് മതിയില്ലേ? രജിസ്റ്റർ മാരേജ് ചെയ്യാന്നും പറഞ്ഞ് അനുവും കാർത്തിക്കും കല്യാണം കഴിക്കുന്നുണ്ട്. അവരെന്നിട്ട് കാർത്തിക് വാങ്ങിയ പുതിയ ഫ്ലാറ്റിലേക്ക് തന്നെ വരുന്നുണ്ട്. അന്ന് രാത്രി അവർ കിടന്നുറങ്ങുന്ന സമയം നല്ല ഇടിവെട്ടിയും പിന്നെ അറിയുന്നെല്ലാം അവരുടെ വീടിന്റെ മുകൾ ഭാഗം രണ്ടായിട്ട് വിണ്ടുപോവാണ്. നന്നായി പെയിന്റ് ഒക്കെ ചെയ്ത് പുതിയ വീട് പോലെ ഇരിക്കുന്ന ആ വീട്ടിലാന്ന് അനു അടിച്ചു വരുമ്പോ കളർ പെൻസിലുണ്ട് അവിടെ ആരോ വരച്ചിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അനുവും പേടിച്ചിട്ട് അപ്പൊ തന്നെ അത് കാർത്തികിനെ വിളിച്ച് പറയാണ്. കാരണം ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു അലമാര അവൾ അത് വെക്കുന്ന സമയം ഈ ഡ്രോയിങ് അവിടെ കണ്ടിരുന്നില്ല. പെട്ടെന്നാണ് ആ ഒരു ഡ്രോയിങ് അവിടെ വന്നത്. എങ്ങനെയായിരിക്കും ആ ഒരു ഡ്രോയിങ് അവിടെ വന്നിരിക്കുന്നത്? ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ലവർ വന്ന് വിളിച്ചാൽ നിങ്ങൾ കൂടെ പോകുന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ.